أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي له ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ബഖറയിലെ 247 ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മൂസാക്ക് ശേഷം ബനു ഇസ്രായേലിൽ നിന്നുള്ള നേതാക്കന്മാരുടെ അവസ്ഥ നീ അറിഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരിക, എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ സന്നദ്ധരായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്നവർ തങ്ങളുടെ ഒരു പ്രവാചകനോട് പറഞ്ഞ അവസരം. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്നും സന്തതികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കേണ്ട കാര്യമെന്ത്? എന്നാൽ അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ ബാക്കി എല്ലാവരും പിന്മാറിക്കളയുകയാണ് ഉണ്ടായത്. അള്ളാഹു അധർമ്മികളെ സംബന്ധിച്ച് നല്ലപോലെ അറിവുള്ളവനത്രേ. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകുകയാണ്. ഹുസൂർ പറയുന്നു, കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു ബനു ഇസ്രായേലിയരുടെ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഉപദേശിച്ചിരുന്നു. നിങ്ങൾ ദൈവത്തിനു വേണ്ടി മരണം സ്വീകരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം വിവരിക്കുകയാണ്. അത് ബനു ഇസ്രായേലിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടതാണ്. ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതിനായി ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന് അവർ തങ്ങളുടെ പ്രവാചകന്റെ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചു. അവർ പറഞ്ഞു, ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് മേൽ നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും വേർപെടുത്തിയിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മേൽ ഒരു രാജാവിനെ നിശ്ചയിച്ചു തന്നാലും ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി. ഇവിടെ മിൻ ബഅദി മൂസ, അതായത് മൂസാക്ക് ശേഷം എന്ന വാക്കുകൾ കൊണ്ട് തൊട്ടു പിന്നാലെ ഉള്ള കാലഘട്ടമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം തൊട്ടു പിന്നാലെ വന്നത് ഹസ്രത്ത് യൂഷ അലൈഹിസ്സലാം ആയിരുന്നു. അദ്ദേഹം പ്രവാചകനും രാജാവുമായിരുന്നു. എന്നാൽ ഈ സംഭവം ഇനി മുന്നോട്ട് വിവരിക്കാൻ പോകുന്നത് പോലെ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നടന്നതാണ്. നിങ്ങൾക്ക് മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങളത് നിരസിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലേക്കാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക. യുദ്ധം നിർബന്ധമാക്കപ്പെടുകയും നിങ്ങൾ അത് വിസമ്മതിച്ച് പാപികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കി ഞങ്ങളുടെ മക്കളിൽ നിന്നും വേർപെടുത്തി എന്നതിനർത്ഥം ഞങ്ങളുടെ ഭൂമിയും വീടുകളും അവർ കയ്യേറി ഞങ്ങളുടെ മക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ വീടുകളോടൊപ്പം മക്കളെയും അവർ തട്ടിയെടുത്തു എന്നാണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചിരിക്കെ
ഇനി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതിൽ നിന്നെന്തിനാണ് പിന്മാറുന്നത്? ഈ വാക്കുകളിൽ നിന്ന് ഇത് പിൽക്കാലത്തെ ഏതോ സമയത്തെ കാര്യമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അല്ലാത്തപക്ഷം ഹസരത്ത് മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ബനു ഇസ്രായേല്യരുടെ അവസ്ഥ എന്തെന്നാൽ, അവർ ഹസരത്ത് മൂസ അലൈഹിസ്സലാമിനോട് പരസ്യമായി പറഞ്ഞിരുന്നു, ഓ മൂസ, നീയും നിന്റെ റബ്ബും രണ്ടുപേരും പോയി ശത്രുക്കളോട് യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം എന്ന്. എന്നാൽ ഈയൊരു സന്ദർഭത്തിൽ അവർ അങ്ങനെയൊരു മറുപടിയല്ല നൽകിയത്. പകരം അവർ പറഞ്ഞു, ഞങ്ങൾ എന്തുകൊണ്ട് ജിഹാദിൽ പങ്കെടുക്കില്ല? ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് അകറ്റുകയും ചെയ്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുകയില്ല? യുദ്ധസമയം വന്നപ്പോൾ അടുത്ത ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ അവരിൽ ഭൂരിഭാഗം ആളുകളും പതറിപ്പോയി. എങ്കിലും തുടക്കത്തിൽ അവർ യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുകയല്ല ചെയ്തത്. മറിച്ച് ശത്രുവിന്റെ അതിക്രമങ്ങൾ തടയുന്നതിനായി ഞങ്ങൾക്കുമേൽ ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന് അവർ സ്വയം ആഗ്രഹിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഈ ആയത്തുകളിൽ പരാമർശിക്കുന്ന സംഭവം ഹദരത്ത് മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന് വളരെ ശേഷമുള്ളതാണ് എന്നാണ്. അല്ലാത്ത പക്ഷം ഹസരത്ത് മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവർ യുദ്ധം ചെയ്യുന്നതിനെ പൂർണ്ണമായും നിരസിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇവിടെ അവർ നിരസിക്കുകയല്ല ചെയ്തത്, മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് മേൽ ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.